തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് വിഭാഗത്തിൽ ഒരു തീപിടുത്തമുണ്ടായി എന്നുള്ള വാർത്തയാണ് രാവിലെ വന്നത്. അതിപ്പോൾ അണ്ടർ കൺട്രോളാണ്, അപായമൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നമ്മോടൊപ്പമുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം? എന്താണ്, എന്തെങ്കിലും ആശങ്കയ്ക്ക് വകയുണ്ടോ? ഇന്ന് രാവിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ICUലാണ്, സർജിക്കൽ ICUലാണ്. അവിടെ ഒരു വെന്റിലേറ്ററിലാണ് ഒരു സ്പാർക്ക് ഉണ്ടായത്. അതിനെ തുടർന്ന് അവിടെ പുകയുണ്ടായി. അപ്പോൾ ഉടനെ തന്നെ അവിടുത്തെ രോഗികൾ 32 പേഷ്യൻസാണ് ICUയിൽ ഉണ്ടായിരുന്നത്. ആ 32 പേരെയും അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള നടപടികൾ അവർ ആ ഘട്ടത്തിൽ തന്നെ സ്വീകരിച്ചു. അവിടെയുള്ള ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, ആരോഗ്യ പ്രവർത്തകർ, സെക്യൂരിറ്റി, അങ്ങനെ എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് വളരെ കൃത്യമായി തന്നെ അതിൽ പ്രവർത്തിച്ചിരുന്നു. അത് കൂടാതെ മറ്റ് ഇതിന് മുകളിലുള്ള, കാരണം നിലകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറ്റേണ്ടവരെ കൂടി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഘട്ടത്തിൽ അവർ ശ്രമിച്ചത്. ഫയർഫോഴ്സ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ്സോടെ എത്തി. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പറഞ്ഞിട്ടുള്ളതായിട്ട് അറിയിച്ചിട്ടുള്ളത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ ഫംഗ്ഷനിങ് തുടരാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആ കാര്യങ്ങൾ അവിടെ ഇവിടെയല്ല, അതിൻ്റെ മുകളിലത്തെ ഫ്ലോറുകളിലൊക്കെ, അപ്പോൾ ഇവിടുത്തെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവിടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയും. അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷനും പ്രിൻസിപ്പലും സൂപ്രണ്ടും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുകയും ഒരു പൊതു കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. 32 രോഗികളെ സുരക്ഷിതരാണ്. അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന് അവരെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരവും ഒരുക്കി. അപ്പോൾ അവരെല്ലാവരും അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പേഷ്യൻസും മറ്റെല്ലാവരും, ജീവനക്കാരും രോഗികളും എല്ലാവരും സുരക്ഷിതരാണെന്നുള്ളത് ഉറപ്പാക്കി വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്രയോറിറ്റി കൊടുത്തുള്ള കാര്യങ്ങൾ ചെയ്തു. പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ വളരെ സമയോചിതമായിട്ട് ഇടപെട്ട മെഡിക്കൽ കോളേജിലെ സ്റ്റാഫിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് അതാണ് ചോദിക്കാൻ പറ്റുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം ഉണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഇതെന്താണ് കാരണമെന്നുള്ളതൊരു അന്വേഷണത്തിലേക്ക് പോകുമോ? തീർച്ചയായിട്ടും പോകും. ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞത്, മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ അത് പറയുന്നതിനുള്ള പരിമിതികളുണ്ട്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാവരും അവിടെയുണ്ട്. അവർ ആ കാര്യത്തിലുള്ള മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും ആശങ്കയ്ക്ക് ഒന്നും അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. അവിടെ അങ്ങനെയൊരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും ആശുപത്രി അധികൃതരുമൊക്കെ ഇടപെട്ടു. പെട്ടെന്ന് തന്നെ അത് നിയന്ത്രണ വിധേയമാക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. രോഗികളെല്ലാം സുരക്ഷിതരാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.